തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ച കത്തിൽ വിശദീകരണവുമായി പി.വി. അൻവർ. കത്ത് ഞാൻ നൽകിയതാണെന്നും വ്യക്തിപരമായി നൽകിയ കത്ത് പുറത്തുവിട്ടത് നിലവാരമില്ലാത്ത നിലപാടാണെന്നും പി.വി. അൻവർ പറഞ്ഞു. കേരളത്തിൽ നിന്ന് തൃണമൂലുമായി സഹകരിക്കാൻ താൽപര്യമുള്ള നേതാക്കളുടെ പേര് നൽകിയത് സൂചന മാത്രമായാണ്. കത്തിൽ പറഞ്ഞ പേരുകാരിൽ പലരും ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പമില്ല. അവരുമായി ചർച്ച നടത്താൻ തൃണമൂൽ നേതൃത്വം അന്ന് തയ്യാറായില്ല. കോൺഗ്രസുമായി സഹകരിക്കരുതെന്ന തൃണമൂൽ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേരളത്തിൽ UDF-മായി അല്ലാതെ NDA-യുമായി സഹകരിക്കാൻ കഴിയുമോ എന്നും പി.വി. അൻവർ ചോദിച്ചു. അവിടുത്തെ കോൺഗ്രസിന്റെ സുദിനായി കൊടുത്ത ലെറ്ററിൽ കൃത്യമായും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പേരുകളിൽ പെട്ട പലരും ഇന്ന് അപ്പുറത്താണ്. അവരെ ക്രോഡീകരിക്കാനും അവരുമായി സംസാരിക്കാനും AITC-യുടെ നേതൃത്വം കേരളത്തിൽ വരാൻ തയ്യാറായില്ല. ഈ കത്ത് നമ്മൾ കൊടുക്കുമ്പം അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ കത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഹൈലി കോൺഫിഡൻഷ്യൽ ആൻഡ് പ്യുവർലി പേഴ്സണൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മിനിമം ധാർമ്മിക ഉത്തരവാദിത്തം പോലും അവർ കൈകാര്യം ചെയ്യാനോ അതിനനുസരിച്ച് ചെയ്യാനോ വളരെ തറയായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നെ നെഞ്ചിലേറ്റിയത് അവിടുത്തെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ന്റെ മറ്റു CMP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും പ്രവർത്തകരാണ്. ആ പാർട്ടിയോടും ആ മുന്നണിയോടും കൂട്ടുചേരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് NDA മുന്നണിയിൽ ചേരാൻ പറ്റുമോ? എന്താണ് അവരുദ്ദേശിക്കുന്നത്?